യെസ്, ഈ ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. പക്ഷെ തീർച്ചയായും അത് ആ കമന്റിൽ പറഞ്ഞ 2 ചിത്രങ്ങളല്ല. മേ ബി അതിന്റെ കാരണം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏതാണ്ട് ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ് ഈ പറഞ്ഞ സിനിമകളൊക്കെ ആദ്യമായി ടിവിയിൽ കണ്ടപ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ്സ് ആണ്. അപ്പൊ ചിത്രം സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ പടത്തിൽ അവസാനം കാണുന്ന ഫ്രെയിം പുള്ളി ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തു പോകുന്ന ഒരു രംഗമായത് കൊണ്ടാവാം ആദ്യമായിട്ട് ആ പടത്തിന്റെ ക്ലൈമാക്സ് കണ്ടപ്പോൾ എനിക്കൊരു വിഷമമൊന്നും തോന്നിയിരുന്നില്ല. ഇനി വന്ദനത്തിന്റെ കേസ് എടുത്താൽ ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗും ഒരുതരം ഇറിറ്റേഷൻ തരുന്നതുമായിരുന്നു ആ സിനിമയുടെ ക്ലൈമാക്സ്. ബട്ട് സ്റ്റിൽ ഒന്ന് ഒപ്റ്റിമിസ്റ്റിക് ആയി ചിന്തിച്ചാൽ എന്നേലും എവിടെ വെച്ചാലും ഇവര് കണ്ടുമുട്ടിയാലോ എന്ന് ചിന്തിച്ച് നമുക്ക് സമാധാനപ്പെടാം. എന്നാൽ ഇതിനൊന്നും സ്കോപ്പ് ഇല്ലാതിരുന്ന മറ്റൊരു മോഹൻലാൽ സിനിമയുടെ ക്ലൈമാക്സ് ഉണ്ടായിരുന്നു. ആ ഒരു ക്ലൈമാക്സ് ആണ് എനിക്ക് മാറ്റിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നിയിട്ടുള്ളത്. സിനിമ അഭിമന്യു. ഈ പടത്തിന്റെ തുടക്കവും നായകന്റെ പശ്ചാത്തലവും നായകൻ ബോംബെയിൽ വന്ന് പെടുന്നതുമൊക്കെ ഇതേ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആര്യൻ എന്ന സിനിമയുമായി നല്ല സാമ്യമുണ്ട്. പക്ഷെ ആര്യൻ എന്ന സിനിമയിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നായകൻ ഒരു അപ്പർ ക്ലാസ് ലെവലിലേക്ക് മാറുകയാണ്. പക്ഷെ ഈ പടത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. മറിച്ച് ആ ഒരു റോ ആയിട്ടുള്ള ഏരിയയിൽ നിലനിൽക്കുകയാണ് നായകൻ. ആര്യനോ ഇന്ദ്രജാലമോ പോലെ അയാൾ വലിയൊരു പൈസക്കാരനായി മാറുകയല്ല പിന്നീട് സംഭവിക്കുന്നത്. ആ ഒരു ഏരിയയിൽ അവിടുത്തെ ആളുകളുടെ നേതാവായി അയാൾ മാറുകയാണ്. എനിവേസ്, അപ്പോൾ ആ ഒരു റോ ആൻഡ് ഒതന്റിക് ആയിട്ടുള്ള ഒരു ലോക്കൽ ബോംബെ അധോലോകം കൃത്യമായി കാണിച്ചു തന്നതുകൊണ്ടാവാം എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് തന്നെയാണ് ഞാൻ ഇപ്പം മെൻഷൻ ചെയ്ത 3 സിനിമകളിൽ ഏറ്റവും മികച്ചത്. എനിവേസ്, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ക്ലൈമാക്സ്. ഇത് ഫസ്റ്റ് ടൈം ഞാൻ ടിവിയിൽ കണ്ടപ്പോൾ പുള്ളി ട്രാപ്ഡ് ആണെന്ന് തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്ന ആ ഒരു സീക്വൻസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഒടുക്കം അയാൾ വെടിയേറ്റ് വീഴുകയാണ്. അപ്പൊ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ നായകൻ മരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. വന്ദനത്തിന്റെ ക്ലൈമാക്സിൽ അങ്ങനെ ഒരു ആസ്പെക്റ്റേ ഇല്ല. എന്നാൽ ഇവിടെ നമ്മുടെ കൺമുന്നിൽ വെച്ച് നായകൻ തീരുകയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയൊരു വിഷമം, ചെയ്യാത്ത തെറ്റിന് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ സ്വന്തം കൂട്ടത്തിൽ ഒരാൾ കാരണം തന്നെയാണ് നായകൻ ഈ അവസ്ഥ വരുന്നത്. ഇതേ പടത്തിൽ ഒരു രംഗത്ത് കൊച്ചിൻ അനീഫ മോഹൻലാലിനെ ചതിക്കുന്നുണ്ട്. പക്ഷെ അതും അതിജീവിച്ച് നമ്മൾ ക്ലൈമാക്സിലെത്തുമ്പോൾ അതിനേക്കാൾ വലിയ ചതിയല്ല. ജഗദീഷിന്റെ ക്യാരക്ടറിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അയാൾക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഇതായിരുന്നു ന്യായം. പക്ഷെ നായകൻ തെറ്റൊന്നും ചെയ്തിരുന്നില്ല എന്ന് എല്ലാവരും തിരിച്ചറിയുമ്പോഴേക്ക് ഒരുപാട് വൈകി പോയിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതുപോലെ ക്ലൈമാക്സ് മാറ്റണം എന്ന് നിങ്ങൾക്ക് തോന്നിയ സിനിമകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക.